കണ്ടന്റിന്റെ ക്വാളിറ്റി ഒന്നും ആരും നോക്കില്ല. എന്തെങ്കിലും അന്യന്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കാണാനുള്ള ക്യൂരിയോസിറ്റിയാണ് എല്ലാവർക്കും ഉള്ളത്. നിങ്ങളുടെ പ്രത്യേകിച്ച് ഡേ ടു ഡേ ലൈഫ്, അതുപോലെ ഡേ ഇൻ മൈ ലൈഫ് മുതലായ വീഡിയോസൊക്കെയാണ് ഇടുന്നതെങ്കിൽ അടിപൊളിയായിട്ട് റീച്ച് കയറും. കാരണം ഒരാളുടെ വീട്ടിലും കുടുംബത്തിലും എന്താണ് കാര്യം നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അത് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ഭയങ്കരമായിട്ട് റീച്ച് വരുന്നത്. നിങ്ങൾ ഭയങ്കര കണ്ടന്റ് ക്വാളിറ്റിയും മറ്റേ ക്വാളിറ്റിയും അതും ഇതുമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളും ഡേ ഇൻ മൈ ലൈഫ് പോലെ രാവിലെ കക്കൂസി പോകുന്നതും കുളിക്കുന്നതും ഉൾപ്പെടെ ഡ്രസ്സ് മാറുന്നതും ഒരുങ്ങുന്നതും മേക്കപ്പ് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി ഇറങ്ങുകയാണ്, അതിന് മേക്കപ്പ് ചെയ്യുന്നത് ചുമ്മാ. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, ഒരു പ്രമുഖ ലേഡി ഇൻഫ്ലുവൻസർ. അവർ രാവിലെ ഏതോ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ജസ്റ്റ് ക്യാമറ ഓണാക്കി വെച്ചിട്ട് റെഡി ആവുന്നതിൻ്റെ വീഡിയോ അങ്ങ് എടുക്കുകയാണ്. ജസ്റ്റ് ഒരു കണ്ടൻറ്റാണത്. അത് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇവിടെ ഓരോ ആൾക്കാർ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഷൂട്ട് ചെയ്ത് ഭയങ്കര സംഭവങ്ങളായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് 4-5 വ്യൂസ്. ഇത്തരത്തിൽ ഉള്ള പരിപാടിയൊക്കെ മില്യൺ കണക്കിന് വ്യൂസ്. അപ്പോൾ അതാണ് കാലം. അങ്ങനത്തെ ഉള്ള വീഡിയോകൾക്ക് ഇന്ന് റീച്ചുള്ളൂ.